പരിസ്ഥിതി സംരക്ഷണത്തിനായി സന്നദ്ധ സംഘടനകളും പരിസ്ഥിതി സംഘടനകളും ഗ്രാമപഞ്ചായത്തുകളും സജീവമായി രംഗത്ത് വന്നു. കേരള വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പാലക്കാട് വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ദിനാചരണ പരിപാടി എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മരം നടുക, ഫോട്ടോ എടുക്കുക, പത്രത്തിൽ വരിക, പത്രത്തിൽ കൊടുക്കാൻ കഴിയാത്തവർ ഫേസ്ബുക്കിലിടുക, സന്തോഷിക്കുക എന്നുള്ളതല്ല ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഉദ്ദേശം. മരം നടണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് മരം നട്ടാൽ പോരാ, അത് പരിപാലിക്കണം എന്നാണ്. അതിന് വെള്ളമൊക്കെ കൊടുത്ത് നോക്കി നശിച്ചു പോവാതെ പരിപാലിക്കുക കൂടി വേണം. പിന്നെ പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞാൽ ഒരാചാരം പോലെ എല്ലാ കൊല്ലം മരം നട്ട് അന്ന് അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം എന്നുള്ളതല്ല. ഇപ്പം അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു. ചെയർപേഴ്സൺ വളരെ മയത്തിലെ പറഞ്ഞു കേട്ടോ. ഞാൻ ഒട്ടും മയത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നതാണ് പരിസ്ഥിതി ദിന സന്ദേശം. എല്ലാവരും അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റിക് ഒഴിവാക്കലാണ്. എവിടെ നിന്ന് ഒഴിവാക്കൽ? അവനവൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കലാണ്. ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വേറെ ആരും കൊണ്ടുവന്നിട്ടല്ലോ, നമ്മളല്ലേ. ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ബോട്ടിൽ ബൂത്തില്ലേ നഗരത്തിൽ? അതിൻ്റെ അടിയിലൊരു 4-5 കുപ്പി ഇറക്കുന്നുണ്ടാവും. അതിൻ്റെ 10 ഇരട്ടി കുപ്പി റോഡ് സൈഡിൽ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രഹസനമാവാതിരിക്കണമെങ്കിൽ ചെയ്യുന്നതിനോടൊരു ആത്മാർത്ഥത പുലർത്തണം. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമു സക്രിയ, മുനിസിപ്പൽ കൗൺസിലർ എം സലീന ബി.വി., PTA പ്രസിഡന്റ് സുധീർ കബീർ എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപകൻ ബിനോയ് മാത്യു സ്വാഗതവും മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ KP ജിനേഷ് നന്ദിയും പറഞ്ഞു.